ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു റെസിപ്പിയായിട്ടാണ്. ഇറച്ചിച്ചക്ക മസാലയുടെ റെസിപ്പിയായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നിങ്ങളെപ്പോഴും തയ്യാറാക്കുന്നതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായൊരു രീതിയാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കിലോളം ചക്ക എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് വേവിച്ചെടുത്തതാണ്. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള 2 സവാള, 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂണോളം എടുത്തിട്ടുണ്ട്. 2 തക്കാളി എടുത്തു. നമുക്കപ്പോൾ കുറച്ചല്പം എണ്ണ ചൂടാക്കുക. ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അതോടൊപ്പം തന്നെ 2 പച്ചമുളകും ഞാൻ ചേർത്തു. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 2 ചെറിയ സവാളയാണ്. അതും കൂടെ ചേർത്തിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് ഇതങ്ങ് വാടിക്കിട്ടും. അപ്പോൾ ഞാനിതേ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും നന്നായി മിക്സ് ചെയ്യാം. അതിനുശേഷം അടച്ചു വെച്ചിട്ടൊന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് നന്നായി ഒന്ന് വാടിക്കിട്ടും. അപ്പോൾ ഫ്ലെയിം സിമ്മിൽ തന്നെ ഇട്ട് വയ്ക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ദേ നമ്മുടെ ഒരു വിധം ഇതൊന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ആ 2 തക്കാളി, ചെറിയ 2 തക്കാളിയായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഈ തക്കാളിയും കൂടെ നന്നായിട്ടൊന്ന് കുക്കായി വരണം. അതിനായിട്ട് ഞാനിപ്പോൾ അടച്ചു വെച്ചു. അതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് വീണ്ടും മിക്സ് ചെയ്തതിന് ശേഷം കൂടെ നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ തക്കാളിയും ആ സവാളയൊക്കെ നന്നായിട്ട് മൂത്ത് വരണം. ഇപ്പോൾ ഒരുവിധം എല്ലാം ഒന്ന് നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല നമുക്ക് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നെയ്യാറിൻ്റെ ചിക്കൻ മസാലയായിരുന്നു. അപ്പോൾ അത് ചേർത്ത് കൊടുത്ത് ഒരു 2.5 സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്നതിൻ്റെ ആ ഒരു ചക്കയുടെ അളവിനനുസരിച്ച് നിങ്ങൾ മസാല ചേർത്ത് കൊടുക്കുക. വേറെ പൊടികളൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല. അതിനുശേഷം ഞാനിതിലേക്ക് ചേർക്കുന്നത് 2 സ്പൂണോളം കട്ട തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് ഇതിനധികം പുളിയൊന്നുമില്ല. എന്താ പറയുക, അധികം പുളിയില്ലാത്ത തൈരാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. നമുക്കിതിലേക്കൊന്നും വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാൻ പാടില്ല. ഇനി ഈ തൈരൊക്കെ നന്നായി ഇതിൽ മെൽറ്റായിട്ട് ഒന്നൊന്ന് തിളച്ച് വരണം. അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്ക നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാനിതേ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് ഭാഗം ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം. അപ്പോൾ അത് നന്നായി ഇതിലേക്ക് പിടിക്കും. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗത്തേക്കും അതിൻ്റെ ആ മസാലയൊക്കെ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതൊന്ന് ഇതൊന്ന് നന്നായി ഒന്ന് പാകമാകാനായിട്ട് ഒരു 5 മിനിറ്റോളം നമുക്കൊന്ന് സിമ്മിൽ വെച്ചൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ തന്നെ ഇത് പാകമായി കിട്ടും. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അടച്ചു വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇറച്ചിച്ചക്ക ഇഷ്ടപ്പെടാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. ഇപ്പോൾ ഇതേ തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഞാനിത് അങ്ങ് അടച്ചു കൊടുത്തു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ ചേർത്ത മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്